ഹായ്, നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസ് വളരെയധികം കുറഞ്ഞതായിട്ട് പെടുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഫോൺ ഹാങ് ആവുക, അതുപോലെ തന്നെ തീരെ സ്മൂത്ത് അല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ലാഗ് ആവുക, അങ്ങനത്തെ പ്രശ്നം വരുന്നവർക്ക് അതൊരു അടിപൊളി ഒരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങളുടെ ഫോൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മാർഗ്ഗമാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഫോൺ മാറ്റാൻ വരട്ടെ, അതിനു മുൻപ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ഫോൺ നമ്മളിങ്ങനെ ടച്ച് നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഹാങ് ആയിട്ട് തോന്നുക, അതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ വളരെയധികം സ്ലോ ആവുക, സ്റ്റോറേജ് ഒക്കെ നമുക്ക് വളരെയധികം ഫുൾ ആയി തോന്നുക, ഈവൺ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുക, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ആപ്പ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയധികം ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് മൾട്ടി ടാസ്കിംഗ് കാര്യം ഒന്ന് രണ്ടെണ്ണൊക്കെ ഒരുമിച്ചൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് ഇത് വല്ലാതെ ബുദ്ധിമുട്ട് നമുക്ക് ഫോണിൽ വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ സെറ്റിംഗ്സ് ഒന്ന് നോക്കുക. നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് എടുത്തിട്ട് ചെറിയൊരു മാറ്റം വരുത്തി നോക്കുക. അതിനുശേഷം നിങ്ങൾ ഫോൺ വാങ്ങാൻ പോയാൽ മതി. ഓക്കെ, ആ സെറ്റിംഗ്സ് അമർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഇവിടെ നമുക്ക് അബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഫോൺ ഏതാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അബൌട്ട് ഡിവൈസ് എടുക്കുക. അബൌട്ട് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫോൺ ഏതാന്നുള്ളത് ഇവിടെ കാണിക്കും, മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. എന്റേത് ഓപ്പോ ആണ്, ഓപ്പോയുടെ A77s എന്നുള്ളതിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പല ഫോണിലും പല രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ എടുക്കേണ്ടത് ഏതായാലും അബൌട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ആ അബൌട്ട് ഡിവൈസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് റാം എന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് റാം. ഇവിടെ നമുക്ക് 8GB ആണ് നമുക്ക് ഇതിൽ കാണിക്കുന്നത്, പ്ലസ് ഒരു 4GB കൂടി അഡീഷണൽ കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ, നിങ്ങളുടെ ഫോൺ എത്രയാണെന്നുള്ളത് നോക്കുക. എന്റെ ഫോൺ 8GB ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഫോണിന്റെ പെർഫോമൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ റാം എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം അതിവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 4GB 6GB 8GB വരെ നമുക്ക് മാക്സിമം റാമിന്റെ കപ്പാസിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റാം എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇവിടെ എനേബിൾ ആക്കി വെക്കുക. ഇവിടെ ഞാൻ ഡിസേബിൾ ആണ് കിടക്കുന്നത്, ഏറ്റവും മുകളിൽ എനേബിൾ ആക്കി വെക്കുക. എനേബിൾ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ 4GB വരെ നമുക്ക് കൂടുതൽ കിട്ടണോ, 6GB വരെ കൂടുതൽ കിട്ടണോ, അല്ലെങ്കിൽ 8GB വരെ കൂടുതൽ കിട്ടണോ എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഒരിക്കലും റാമിന്റെ സൈസ് കൂടുന്നല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും റാമിന്റെ സൈസ് കൂടുന്നല്ല. ഇതിവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റോറേജിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി എടുക്കാവുന്ന ഒരു ഓപ്ഷനാണിത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4GB കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി പറയുന്നത്. നമ്മളൊരു 4GB അല്ലെങ്കിൽ 6GB 8GB അത് മാറ്റി കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 6GB വരെ കൂട്ടിക്കോളൂ. എന്നിട്ട് റീസ്റ്റാർട്ട് കൊടുക്കണം. അങ്ങനെ റീസ്റ്റാർട്ട് കൊടുത്താലാണ് അതെന്താവുക, നമ്മുടെ ഫോണിൽ അത് സെറ്റ് ആയിട്ട് വരിക. അതിനുശേഷം നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോമൻസ് മാറ്റിയെടുക്കാൻ സാധിക്കും.